ഹായ് ജ്യോതിക, സുഖാണോ? സുഖാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് അമ്മ, അമ്മമ്മ, ഏട്ടൻ, അമ്മച്ചൻ എല്ലാരും ഉണ്ട്. എല്ലാവരും ഉണ്ട്. നാട് എവിടെയാണ്? മാമന്മാരെല്ലാം. എവിടെ? നാട് പട്ടാമ്പി. ഉം. അബോധയില് ഏത് കോഴ്സായിരുന്നു ജ്യോതിക പഠിച്ചത്? ഞാൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. എങ്ങനെയായിരുന്നു ഈ ഒരു കോഴ്സിലേക്ക് എത്തിപ്പെട്ടത്? അത് ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് അങ്ങനെ എത്തിപ്പെട്ടതാ. അങ്ങനെയായിരുന്നു അല്ലേ? ഇതിനു മുന്നേ എന്തായിരുന്നു പഠിച്ചതപ്പോ? ഞാൻ BBA ആയിരുന്നു. BBA ആയിരുന്നു അല്ലേ? അപ്പോ ഉം. അബോധയെ പറ്റി എങ്ങനെയായിരുന്നു അറിഞ്ഞത് ആദ്യമായിട്ട്? അവോധയെ പറ്റി ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്നുള്ള കോഴ്സ് സെർച്ച് ചെയ്തു. അപ്പൊ തന്നെ കിട്ടിയത്. ഓക്കെ. ഓൺലൈൻ ആയിരുന്നോ ഓഫ്ലൈൻ ആയിരുന്നോ ഉണ്ടായിരുന്നത്? ഓൺലൈൻ ആയിരുന്നു. ഓൺലൈൻ. എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്സുകളൊക്കെ? ക്ലാസ് ഒന്നും കുഴപ്പമില്ല, റെക്കോർഡഡ് ആയിരുന്നു. അപ്പോ നമുക്ക് ഇഷ്ടമുള്ള സമയത്തിരുന്ന് കേൾക്കായിരുന്നു. ഓക്കെ. അങ്ങനെ. പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ കേട്ടതല്ല, പഠിച്ചു കഴിഞ്ഞതിന് ശേഷമായിരുന്നോ ഇത്? അല്ല, പഠിച്ചു കഴിഞ്ഞതിന് ശേഷം. ഉം. പഠിച്ചു കഴിഞ്ഞ ശേഷമായിരുന്നു അല്ലേ? അപ്പോ അതെ. എങ്ങനെ ഉണ്ടായിരുന്നു കോഴ്സൊക്കെ? കോഴ്സ് കുഴപ്പമില്ല. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ. ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പഠിക്കുന്ന സമയത്ത്? ഇല്ല, ഇല്ല. ഇല്ല അല്ലേ, അങ്ങനൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല, എല്ലാം ഓക്കെ ആയിരുന്നു അല്ലേ? ഇല്ല. എല്ലാം ഓക്കെ. ഓക്കെ ആയിരുന്നില്ല. അപ്പൊ ഒരു 2800 രൂപയ്ക്ക് ഒരു കോഴ്സ് എന്ന് പറഞ്ഞു കേട്ടപ്പോ ആദ്യമായിട്ട് എന്താ തോന്നിയത്? ആദ്യം അത്ര എന്താ ഓക്കെ ആണെന്ന് തോന്നിയില്ല. 2800 എന്ന് പറയുമ്പോ വളരെ ലോ പ്രൈസ് ആണല്ലോ. അപ്പൊ അതിലേക്ക് ഒരു കോഴ്സ് എന്ന് പറയുമ്പോ ഉം, ശരിയാവാൻ നോക്കിയില്ല. പിന്നെ ജോയിൻ ചെയ്തു. എന്നിട്ട് മനസ്സിലായി. ജോയിൻ ചെയ്തതിന് പിന്നെ ശേഷം എന്തായിരുന്നു ഇപ്പൊ ഫീലിംഗ്? ജോയിൻ ചെയ്തതിനു ശേഷം ഓക്കെ ആയി. ഓക്കെ ആയല്ലേ? മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ നോക്കിയായിരുന്നോ? ഇല്ല, ഞാൻ അങ്ങനെ വൈഡായിട്ട് സെർച്ച് ചെയ്തിരുന്നില്ല. ഇല്ല അല്ലേ? പിന്നെ ലോ പ്രൈസ് ആണെന്ന് പറഞ്ഞു. പിന്നെ നോക്കാം, ട്രൈ ചെയ്യാന്ന് വിചാരിച്ച് കയറി. ഓക്കെ ഓക്കെ. നമ്മുടെ ജാബ് സെക്ഷൻ ഒക്കെ അറ്റൻഡ് ചെയ്തായിരുന്നോ? അറ്റൻഡ് ചെയ്തായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ജാബ് സെക്ഷൻ ഒക്കെ? അത് കുഴപ്പമില്ല. നമുക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഇന്റർവ്യൂവിൽ ചോദിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പോ ഇപ്പോ ഫസ്റ്റ് ഇന്റേൺഷിപ്പ് ചെയ്ത കമ്പനി ഏതായിരുന്നു? മെഡിക്കെയർ ഹോസ്പിറ്റൽ. എങ്ങനെയുണ്ടായിരുന്നു ഹോസ്പിറ്റലില് കാര്യങ്ങളൊക്കെ? കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോ ജ്യോതികയോട് ഒരു കാര്യം ചോദിക്കാനുള്ളത് ഇനി, ഇപ്പൊ ഓൾറെഡി അബോധയിൽ നിറയെ പേര് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അപ്പൊ അവരോടൊക്കെ ജ്യോതികക്ക് എന്താണ് പറയാനുള്ളത്? അവരോട് ഇത് ഈ എന്താ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കോഴ്സ് നല്ലതാണ്. അവോധയിൽ പഠിക്കുമ്പോൾ നമുക്ക് ജോബ് കിട്ടിയതിന് ശേഷം മാത്രം നമുക്ക് ബാക്കി പേ ചെയ്താൽ മതി. അങ്ങനെയൊക്കെയാണ്. പിന്നെ 2800 മാത്രം മതി ഈ കോഴ്സിന്. ഓക്കെ. അങ്ങനെ. താങ്ക് യു ജ്യോതിക, ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിന് വളരെ നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.